ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 26 ഞായർ, ലൂക്കാസ് സുവിശേഷം 16 അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളുടെ വിചിന്തനത്തിനായി തിരുസഭ നൽകുന്നത്. ധനവാന്റെയും ലാസറിന്റെയും കഥ, ഇതിന്റെ ഒരു ഭാഷ്യം നൽകുകയാണ്. ലൂക്കായുടെ സ്വന്തമായ ഉറവിടത്തിൽ നിന്നും വരുന്നതാണ് ഈ കഥ. ധനവാനും ലാസറും എന്ന കഥ ശ്രവിക്കുമ്പോൾ ആദ്യം ശ്രോതാവിനെ സ്പർശിക്കുന്നത് ധനവാന് പേരില്ല എന്നതും ദരിദ്രന് പേര് ഉണ്ട് എന്നതുമാണ്. യേശുവിന്റെ ഉപമകളിൽ പേര് നൽകിയിരിക്കുന്ന ഒരേ ഒരു കഥാപാത്രമാണ് ലാസർ. ലാസർ എന്ന നാമം എലയാസർ എന്ന പേരിന്റെ ചുരുക്ക രൂപമാണ്. എൽ എന്നാൽ ദൈവം, എലോഹിം എന്നതിന്റെ ഹ്രസ്വരൂപമാണ് എൽ. എയാസർ അർത്ഥമാക്കുന്നത് സഹായിക്കുക എന്നതാണ്. ആയതിനാൽ എലയാസർ ദൈവം സഹായിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. പ്രസ്തുത നാമം ലാസറിന്റെ വിധിയെ മുൻകൂട്ടി സൂചിപ്പിക്കുന്നു. കഥയുടെ അന്ത്യത്തിൽ ശ്രോതാവിന് മനസ്സിലാകുന്നുണ്ട് ലാസറിനെ ആരും സഹായിക്കാനില്ലെന്നും ദൈവം മാത്രമാണ് ലാസറിന്റെ സഹായത്തിനെത്തുന്നതെന്നും. ദരിദ്രന്റെ അഥവാ ദുരിതം അനുഭവിക്കുന്നവന്റെ സഹായം എപ്പോഴും ദൈവത്തിലാണ്. ഇസ്രായേലിനെ വിശേഷിപ്പിച്ചിരുന്നത് അനാവിം ഓഫ് യാഹ്വേ എന്നാണ്, ദൈവത്തിന്റെ ദരിദ്രർ. കാരണം ദൈവം ഒഴികെ മറ്റാരും അവർക്ക് സഹായത്തിനുണ്ടായിരുന്നില്ല. കഥ വീണ്ടും ശ്രവിക്കുമ്പോൾ 3 രംഗങ്ങളുള്ള ഒരു നാടകമാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ആദ്യ രംഗത്തിൽ ആഖ്യാതാവ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. 19 മുതൽ 21 വരെ വാക്യങ്ങൾ. ധനവാനും ലാസറും. ഇവിടെ സംഭാഷണമില്ല. ധനവാനും ലാസറും തമ്മിൽ ഒരു പാരസ്പര്യവുമില്ല. ധനവാൻ ധനവാനായും ദരിദ്രൻ ദരിദ്രനായും രംഗപ്രവേശം ചെയ്യുന്നു. ധനവാൻ ധരിച്ചിരിക്കുന്നത് ചുമന്ന പട്ട് വസ്ത്രമാണ്. ഇതിനർത്ഥം അദ്ദേഹം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനോ രാജകുടുംബ അംഗമോ ആയിരുന്നു എന്നാണ്. ആർക്കൊക്കെ ചുമന്ന പട്ടുവസ്ത്രം ധരിക്കാമെന്നതും ഒരാൾക്ക് ആ വസ്ത്രം എത്രമാത്രം ധരിക്കാമെന്നതും സംബന്ധിച്ച് റോമാക്കാർ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിരുന്നു. ധനവാൻ ഭക്ഷിച്ച് ആനന്ദിച്ചു എന്ന വിവരണം ലൂക്കാസ് സുവിശേഷകൻ വിവരിച്ച ഭോഷനായ ധനികനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തിന്നു കുടിച്ച് ആനന്ദിക്കുക എന്ന് ഭോഷൻ തന്റെ ആത്മാവിനോട് പറയുന്നു. ധനവാന്റെ ഭവനത്തിന് പുറം വാതിലുണ്ട്. സുരക്ഷിതത്വം, സ്വകാര്യത, നഗരത്തിലെ താഴ്ന്നവരിൽ നിന്നുമുള്ള അകലം പാലിക്കൽ എന്നിവയ്ക്ക് ഭവനത്തിന്റെ പുറം വാതിൽ ഉപകരിച്ചിരുന്നു. എന്നാൽ ലാസർ അശക്തനായ യാചകനാണ്. അവന്റെ ശരീരം വ്രണങ്ങളാൽ മൂടപ്പെട്ടിരുന്നു. ലാസർ ഭവനത്തിന്റെ പുറം വാതിലിലാണ് പലപ്പോഴും. വിശക്കുമ്പോൾ അവൻ മേശയ്ക്കരികിൽ എത്തിയിരുന്നു. മേശയിൽ നിന്ന് വീഴുന്ന സാധനങ്ങളാണ് ലാസർ ഭക്ഷിച്ചിരുന്നത്. ഭക്ഷിക്കുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം കൊർത്തോസോ മൃഗങ്ങൾക്ക് ആഹാരം നൽകുന്നതിന് ഉപയോഗിക്കുന്ന പദമാണ്. ഉദാഹരണം വെളിപാട് 19:21. ധനികർ സുഭിക്ഷമായി ഭക്ഷിക്കുമ്പോൾ റൊട്ടി കൊണ്ട് കയ്യിലെ കൊഴുപ്പ് തുടയ്ക്കുകയും അത് ഭക്ഷണമേശയ്ക്കടിയിൽ എറിയുകയും ചെയ്തിരുന്നു. മർക്കോസ് 7:28 കാണാം. ലാസറിന്റെ ഇല്ലായ്മയുടെ ആഴം അന്തിമ വിശദാംശത്തിലും ലഭ്യമാണ്. ധനികന്റെ മേശയിൽ നിന്ന് വീണ റൊട്ടി അഥവാ അപ്പം തിന്നിരുന്ന പട്ടികൾ തിരികെ പോകുമ്പോൾ ലാസറിന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു.
രണ്ടാമത്തെ രംഗത്തിൽ 22-ാം വാക്യം, ധനവാൻ ദരിദ്രനും ദരിദ്രൻ ധനവാനുമാകുന്നു. ഇവിടെയും സംഭാഷണമില്ല. ആദ്യ രംഗത്തിൽ ധനവാനെയാണ് ആദ്യം ആഖ്യാതാവ് ശ്രോതാക്കൾക്ക് അവതരിപ്പിച്ചതെങ്കിൽ രണ്ടാമത്തെ രംഗത്തിൽ ദരിദ്രനെയാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. ദരിദ്രൻ മരിച്ചു. ലാസർ എങ്ങനെ മരിച്ചുവെന്ന് കഥ പറയുന്നില്ല, എങ്കിലും ശ്രോതാക്കൾക്ക് ചിലതൊക്കെ അനുമാനിക്കാം. ഒന്ന്, അവൻ പട്ടിണി മൂലം മരിച്ചിരിക്കാം. രണ്ട്, രാത്രിയിലെ കഠിനമായ തണുപ്പ് കാരണം അവൻ മരിച്ചിരിക്കാം. മൂന്ന്, വ്രണങ്ങളിൽ നിന്നുള്ള അണുബാധ മൂലം മരിച്ചിരിക്കാം. മരണകാരണം എന്തുമാകട്ടെ, മരണത്തിനു ശേഷം ലാസറിനെ മാലാഖമാർ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിനെ ഏനോക്ക്, മോശ, ഏലിയ എന്നിവർ ഉടലോടുകൂടി സ്വർഗത്തിൽ എടുക്കപ്പെട്ടതിനോട് താരതമ്യപ്പെടുത്താൻ നമുക്ക് കഴിയും. ലാസറിനെ സംസ്കരിച്ചതായി കഥയിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ട ലാസർ ദൈവത്തിന്റെ സന്നിധിയിൽ വിലമതിക്കപ്പെടുന്നു എന്നതാണ് സത്യം. അപ്രതീക്ഷിതമായി ധനവാനും മരിക്കുന്നു. ധനവാൻ എങ്ങനെ മരിച്ചു? മിക്കവാറും അമിതമായ ഭക്ഷണം കഴിച്ചായിരിക്കും അവൻ മരിച്ചത്. ലാസർ മാലാഖമാരാൽ സംവഹിക്കപ്പെട്ടുവെങ്കിൽ ധനവാൻ അടക്കപ്പെട്ടു എന്നാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അവൻ ധരിച്ചിരുന്ന ചമന്ന പട്ട് പുതപ്പിച്ചായിരിക്കും അവനെ അടക്കിയത്. കഥയുടെ മൂന്നാമത്തെ രംഗത്തിൽ 23 മുതൽ 31 വരെ വാക്യങ്ങളിൽ അവിടെ മാത്രമാണ് സംഭാഷണമുള്ളത്. ഇവിടെ ദരിദ്രർ ധനികരും ധനികർ ദരിദ്രരുമാകുന്നുവെന്ന ആശയം വിപുലീകരിക്കപ്പെടുകയാണ്. ദരിദ്രൻ അബ്രഹാമിന്റെ മടിയിലാണ്. അബ്രഹാമിന്റെ മടി പരമാനന്ദത്തിന്റെ സ്ഥലമായി കണക്കാക്കപ്പെട്ടിരുന്നു. മക്കബായരുടെ പുസ്തകത്തിൽ അധ്യായം 7 വിവരിക്കുന്ന അമ്മയുടെയും 7 മക്കളുടെയും രക്തസാക്ഷിത്വത്തെ കുറിച്ചുള്ള യഹൂദ ഇതിഹാസങ്ങൾ അനുസരിച്ച് രക്തസാക്ഷികളായ അവർ അബ്രഹാമിന്റെ മടിയിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് രേഖപ്പെടുത്തലുകളുണ്ട്. ധനവാൻ നരകത്തിലാണ്. മരണാനന്തര ജീവിതത്തിൽ ദുഷ്ടാത്മാക്കൾ ശിക്ഷാപരമായ കഷ്ടപ്പാടുകൾക്ക് വിധേയരാകുന്ന ഇടമാണ് നരകം. വൃണിത ശരീരവും വിശന്നവനുമായ ലാസർ മരണശേഷം അബ്രഹാമിന്റെ മടിയിൽ ആനന്ദം അനുഭവിക്കുമ്പോൾ സുഖഭക്ഷണത്തിലും ആർഭാട വസ്ത്രങ്ങളിലും മതിമറന്നിരുന്ന ധനവാൻ നരകവേദനയിൽ പൊളയുകയാണ്. ലാസറിനും അബ്രഹാമിനും ധനവാന്റെ നരകവേദനയും ധനവാന് ലാസറിന്റെ ആനന്ദവും കാണാൻ കഴിയുന്നു. അവരുടെ കണ്ടുമുട്ടലിൽ 3 സംഭാഷണങ്ങൾ അരങ്ങേറുന്നു. സംഭാഷണത്തിലുടനീളം ലാസർ ഒരിക്കലും സംസാരിക്കുന്നില്ല. ശബ്ദമില്ലാത്ത യാചകന് വേണ്ടി അബ്രഹാമാണ് സംസാരിക്കുന്നത്. ആദ്യ സംഭാഷണത്തിൽ വ്യക്തമാക്കപ്പെടുന്ന വസ്തുത ഇതാണ്: അബ്രഹാമിന്റെ സന്തതിയായതിനാൽ ഒരാൾ അബ്രഹാമിനൊപ്പം പർദീസയിൽ വസിക്കുമെന്ന് ഉറപ്പാക്കാനാകില്ല. രണ്ടാമത്തെ സംഭാഷണത്തിന്റെ പൊരുളിതാണ്: കഠിന ഹൃദയരായ ധനവാന്മാരെ മാനസാന്തരപ്പെടുത്താനാവില്ല. മൂന്നാമത്തെ സംഭാഷണത്തിൽ നൽകപ്പെടുന്ന വെളിപ്പെടുത്തൽ ഇതാണ്: മോശയെയും പ്രവാചകന്മാരെയും ശ്രവിക്കാൻ മനഃപൂർവ്വം വിസമ്മതിക്കുന്നവർക്ക് പരേതൻ സന്ദേശവുമായി ചെന്നാലും ആത്മപരിവർത്തനം അസാധ്യമാണ്. മൂന്നാമത്തെ സംഭാഷണത്തിന്റെ അന്ത്യത്തിൽ മനുഷ്യരെ അനുതാപത്തിലേക്ക് നയിക്കാൻ നിയമവും പ്രവാചകന്മാരും മതിയാകുമെന്ന് വ്യക്തമാക്കപ്പെടുന്നു. ഉപമയുടെ ഈ ഭാഗമാണ് മർമ്മപ്രധാനം. ധനവാന്റെ 5 സഹോദരങ്ങൾക്ക് മാത്രമല്ല, അവരെ പോലെയുള്ള ഏവർക്കും നൽകപ്പെടുന്ന മുന്നറിയിപ്പാണ് ഇത്. പ്രിയമുള്ളവരെ, യേശുവിന്റെ പഠനങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ സ്വർഗീയ ആനന്ദം ലഭിക്കുകയില്ല. യേശുവിന്റെ പഠനം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ ആനന്ദം ലഭിക്കുകയില്ല. ഭൗതിക സമ്പത്ത് പാവങ്ങളോട് കാരുണ്യം കാട്ടാൻ ഉതകുന്നതാകണം.
ദരിദ്രരെ ഒട്ടും പരിഗണിക്കാതെ സമ്പത്ത് സ്വാർത്ഥമായി ആസ്വദിക്കുന്നവർ ദൈവദൃഷ്ടിയിൽ വെറുക്കപ്പെട്ടവരാകുന്നു. ഇല്ലാത്തവരുമായി ഭൗതിക വിഭവങ്ങൾ പങ്കുവെക്കുന്നവർ സ്വർഗരാജ്യത്തിന്റെ ആനന്ദം അനുഭവിക്കും. വിശുദ്ധ അംബ്രോസിന്റെ വാക്കുകൾ ഓർക്കാം. നിങ്ങൾ പാവപ്പെട്ടവൻ എന്തെങ്കിലും ഇട്ടുകൊടുക്കുന്നത് ദാനമല്ല, അവനു കൂടെ അവകാശപ്പെട്ടതിന്റെ ഓഹരി മടക്കി കൊടുക്കുക മാത്രമാണ്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.